പിറന്നാൾ ദിവസം ഞങ്ങൾ അച്ഛനും അമ്മയും ആയ ദിവസം, അതിനേക്കാളേറെ ഞങ്ങളെ അച്ഛനും അമ്മയും ആക്കിയവൻ്റെ ദിവസം. നീണ്ട 9 മാസത്തെ വയറ്റിലെ പ്രവാസത്തിന് ശേഷം ആകാംക്ഷയോടെ ഇരുന്ന ഞങ്ങളിലേക്ക് അവൻ എത്തിയ ദിവസം. രാവിലെ ഞങ്ങളെക്കാൾ മുന്നേ എണീറ്റ് അവൻ ഹാജർ വെച്ചിരുന്നു. മുറ്റത്തൊക്കെ നടക്കുന്നുണ്ട്. എന്താ ഉത്സാഹം! പിറന്നാളല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? അപ്പൂപ്പൻ്റെ കയ്യിലിരുന്നു കൊണ്ട് തീ ആളി കത്തുന്നത് നോക്കുന്നുണ്ട്. ഒരു സൈഡിൽ പാചകത്തിൻ്റെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അമ്മയായ ദിവസമല്ലേ, നമ്മുടെ വക ഒരു ഫോട്ടോഷൂട്ട് അവിടെ. നമ്മളും കുറയ്ക്കരുതല്ലോ. പിന്നീട് നമ്മൾ ഫ്രഷായി രാവിലെ അമ്പലത്തിലേക്ക് പോയി. അർച്ചനയൊക്കെ കഴിപ്പിച്ചു. മോൻ അവിടെയൊക്കെ കയറി തത്തി നടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ കുഴയും, അത്ര തന്നെ. അവനൊരു കൂസലും കാണില്ല. കുറേ നേരത്തെ നോട്ടത്തിന് ശേഷം അവിടെ പോയി എത്തി നോക്കുന്നുണ്ടായിരുന്നു. ചാടിക്കടക്കാൻ പറ്റുമോ എന്ന് വല്ലതുമായിരിക്കും. നോ രക്ഷ. തിരികെ നടന്നു. അല്ല, അച്ഛൻ തിരികെ കൂട്ടിക്കൊണ്ട് വന്നു. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ അങ്ങ്. നമ്മുടെ വീടിനടുത്ത് ഒരു ചർച്ചുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മഠവും. അവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ട് നേരിടുന്ന കുറച്ച് പേരുണ്ട്. അവരോടൊപ്പമായിരുന്നു നമ്മുടെ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ. അവർ നമുക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കേക്കൊക്കെ കൊണ്ടുവന്നു. കേക്കൊക്കെ സെറ്റ് ചെയ്യാണ് അവിടെ. പിന്നീട് ഞാനും അണ്ണനും മോനും ചേർന്ന് കേക്കൊക്കെ മുറിച്ചു. അവർ നമ്മൾ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേ കാരണം പൂവൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാനുള്ള ഫുഡും കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും അവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിയത്. വീട്ടിലെ ഫങ്ഷനൊക്കെ വൈകിട്ടായിരുന്നു കേട്ടോ. ഒരു 4 മണി 4:30 ആയപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു. പിന്നീട് അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. ആളും ബഹളവും തിരക്കൊക്കെ ഉള്ളൊരു നല്ല ദിവസമായിരുന്നു അത്. പിന്നീടുള്ള ടൈം നമ്മുടെ കുട്ടീസിൻ്റെ ആയിരുന്നേ. അവരുടെ ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം എല്ലാവർക്കും എന്നും ഓർമ്മിക്കുന്ന പോലെ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയത്.